കേന്ദ്രത്തിൽ പോയിട്ട് ഇവിടെ ഈ അലഞ്ഞു നടക്കുന്ന ഡേഞ്ചറസ് ആയ നായ്ക്കളെ അത് ഉന്മൂലനം ചെയ്യാനുള്ള ഒരു നടപടി സ്വീകരിക്കണം. സർ, മന്ത്രി 10 മിനിറ്റ് പറഞ്ഞു. ഞാൻ എല്ലാവർക്കും വേണ്ടി പറയാം സാർ. അത് മനേകാഗാന്ധിനെ കണ്ട അതിനൊക്കെ നമ്മുടെ CM ഒക്കെ പോയി കണ്ട മനേകാഗാന്ധിനെ കാണാൻ പറ്റും. നിങ്ങളെന്താ CM-ന്റെ നിലവാരം കുറക്കണേ? നമ്മളെ CM ഒക്കെ പറഞ്ഞാൽ അതിനൊക്കെ വെരി വൈറ്റൊക്കെ അല്ലേ? പ്രധാനമന്ത്രിനെ കണ്ട് സർ അതിന് ഒരു തീരുമാനം ഉണ്ടാക്കണം സർ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് പത്രക്കാരോട് പറയണ്ടേ, ആരെങ്കിലും 10 20 കൊന്ന നിങ്ങളത് പബ്ലിസിറ്റി കൊടുക്കണ്ട. അതൊക്കെ നമ്മളെ നാട്ടുകാർക്കും നമ്മളെ കുട്ടികൾക്കും നിങ്ങളെ മക്കൾക്കും വേണ്ടിയിട്ടാ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ പബ്ലിസിറ്റി കൊടുത്തിട്ട് അപ്പുറത്തന്നെ കുറച്ച് മൃഗസ്നേഹികൾക്ക് വളം വെച്ചു കൊടുക്കണം. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഈ പത്രക്കാരും ദൃശ്യം നിങ്ങൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കണം. ഈ കൊല്ലാൻ പോകണത് പബ്ലിസിറ്റി കൊടുക്കണ്ട. അതാണ് നടക്കട്ടെ, അതന്നെ നടക്കുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, വിഷം വരച്ചിട്ട് ഇറച്ചി ഇട്ട് കൊടുത്ത എത്ര സുഖ. എന്തിനാ മറ്റൊരു മാർഗ്ഗം ആലോചിക്കുന്നത്? തലയെ കുറച്ച് കോമൺ സെൻസ് ഉണ്ടായ പോലെ. ഇതില്ലാത്തതുകൊണ്ട് ഇതൊക്കെ തരാറ്. അപ്പൊ ഈ കാര്യത്തിൽ ശരി വളരെ ഒരു ഇതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി വകുപ്പിനെ പറ്റി പഠിക്കണം. മന്ത്രിയോട് പറയാനുള്ളത് വെറും പ്രസംഗം മാത്രം പോരാ. എന്റെ സുഹൃത്ത് നമ്മളൊക്കെ പല പ്രാവശ്യം ജില്ലാ പഞ്ചായത്തിലൊക്കെ ഒരുമിച്ച് ഉണ്ടായതാണ്. നമ്മുടെ പാർട്ടിയുടെ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയതാണ്. എനിക്കിപ്പോ നിങ്ങൾക്ക് ആ സ്ഥാനം കിട്ടിയത് സന്തോഷമുള്ള ഒരാളെയും നന്നായല്ലോ പോട്ടെ. അല്ല അത് സന്തോഷം. പക്ഷേ സർ അങ്ങ് ഈ 16ാം കേരള നിയമസഭയിൽ ഒന്ന് M. വിൻസെന്റിന്റെ 1103 നമ്പർ ചോദ്യം, എന്നെ നെല്ലിക്കുന്നിന്റെ 1100 നമ്പർ ചോദ്യത്തിന് പറഞ്ഞിട്ടുണ്ട്. എന്താ മറുപടി പറഞ്ഞത്? അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് പഠിക്കണം. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ എത്ര പേർക്ക് തെരുവ് നായ്ക്കളുടെ കടിയേറ്റിട്ടുണ്ടെന്ന് ജില്ല തിരിച്ചുള്ള കണക്ക് നൽകാമോ? വിവരം ശേഖരിച്ചു വരുന്നു. നായയുടെ കടിയേറ്റ് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? വിവരം ശേഖരിച്ചു വരുന്നു. വിഷയമായിട്ട് മൃഗങ്ങൾ സംസ്ഥാനത്തുണ്ടോ? വിവരം ശേഖരിച്ചു വരുന്നു. ഇത് നിങ്ങളാണ് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പണ്ടിന്റെ വാപ്പ പറഞ്ഞേ, ഞാൻ ഈ കച്ചവടത്തിന്റെ ഫസ്റ്റിൽ ഇറക്കിയപ്പോ ഒരു കടലാസ് വാങ്ങിക്കൊണ്ടാൻ പറഞ്ഞു എന്നോട്. അപ്പൊ ഫോറസ്റ്റ് ഓഫീസ് 978 ഞാൻ 2 മിനിറ്റ് 978 സർ ഞാൻ പോയിക്കാണ്ട് കടലാസ് കിട്ടിയില്ല DF ഓഫീസിൽ. അപ്പൊ അസംബ്ലി കഴിഞ്ഞാണ്ട് വന്ന് എന്തേ ചോദിച്ചു. അത് ഇങ്ങനെ അതിനകത്തൊക്കെ ബുദ്ധിമുട്ടില്ലേ? അത് വാങ്ങാനാണെങ്കിൽ എന്റെ അമ്മാനെ പറഞ്ഞാൽ പോലും എന്നെ പറഞ്ഞേക്കേണ്ട ആവശ്യമില്ല ചോദിച്ചു. അല്ല എന്നോട് ചോദിച്ചു. അപ്പൊ എന്താ ജലീലിനോട് പറയാൻ, മന്ത്രി എന്ന് പറഞ്ഞാൽ ശേഖരിക്കലല്ല, അത് ഇംപ്ലിമെന്റ് ചെയ്ത് പ്രായോഗിക നടത്താനുള്ള നെട്ടലും കപ്പാസിറ്റി ഉണ്ടാവും. അതിനാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ 3 മന്ത്രിമാരുടെ വകുപ്പ് ഒന്നായിട്ട് എന്റെ തലയിൽ തന്നത്. അതുകൂടി മനസ്സിലാക്കണം. ഇവിടെ 3 ആള് കൈകാര്യം ചെയ്ത എല്ലാ വകുപ്പും അദ്ദേഹത്തിന് അതിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എനിക്ക് പേടിയാ ഞാൻ പോകുന്നില്ല. അപ്പൊ ആ പ്രതീക്ഷ പോകാൻ. അതുകൊണ്ട് സർ ഈ വിഷയം വളരെ ഗൗരവമായി നമ്മുടെ സംസ്ഥാനത്ത് സർ വളരെ അധികം ആളുകൾക്ക് പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണം. ഈ നടപടി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ ഭീതി മാറ്റാൻ എന്ത് നഷ്ടപരിഹാരം കൊടുത്തു? സർ, നഷ്ടപരിഹാരം കൊടുത്തിട്ടുള്ള കാര്യം ഇപ്പൊ 90 വയസ്സിന്റെ ആള് മരിച്ചു, 2 ലക്ഷം. ഇവിടെ കടിയേറ്റ ആൾക്കാർക്ക് 36,000 ആളുകൾക്ക് 3 ലക്ഷം റുപ്യ പ്രകാരം കൊടുക്കണമെങ്കിൽ 300 കോടി റുപ്യാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ കിഫ്ബിയിലെ പൈസ മുഴുവൻ കൊടുക്കേണ്ടി വരും. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് സർക്കാർ സംസ്ഥാനത്താകെയുള്ള ജനങ്ങളിൽ ആദ്യം നടക്കുന്ന ഈ പ്രശ്നം ഗൌരവത്തിലെടുത്ത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. പ്രായോഗിക പരിഹാര നടപടികളെ കുറിച്ച് തീരുമാനമെടുക്കണം. സമയബന്ധിതമായി അത് നടപ്പിലാക്കണം. എങ്ങനെ ജനങ്ങളുടെ മനസ്സിലെ ഭീതി